കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ചെങ്ങന്നൂരിൽ 8 ക്യാമ്പുകൾ തുറന്നു. 78 കുടുംബങ്ങളിലായി 308 പേരാണ് ക്യാമ്പുകളിൽ താമസിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ചെങ്ങന്നൂരിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 78 കുടുംബങ്ങളിൽ നിന്നായി 308 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. BSNL ശാസ്താംകുളങ്ങര റോഡ് പൂർണ്ണമായും വെള്ളത്തിലായിട്ടുണ്ട്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ ചെങ്ങന്നൂരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. 2018 പ്രളയത്തിന് സമാനമായി റാന്നി മുങ്ങിയതോടെ ചെങ്ങന്നൂരിലും ആശങ്ക പടർന്നു. പമ്പയിൽ വളരെ വേഗത്തിലായിരുന്നു ജലനിരപ്പ് ഉയർന്നത്. ചെങ്ങന്നൂർ നഗരസഭയിലെ പുത്തൻകാവ്, കോലാമുക്കം, ഊടാകുളം, ശാസ്താംപുറംകണ്ടം, എക്സൈസ് കടവ്, കുറ്റിച്ചിറ കടവ് എന്നിവിടങ്ങളിലും പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ നാക്കടയിലും പുത്തൻകാവിന് സമീപം നീർവിളാകത്തും വെള്ളം കരയിലേക്ക് കയറി. തിരുവൻമണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡിൽ പുത്തൻതോട് പാലത്തിന് സമീപത്തെ വീടുകളിലും വെള്ളം കയറി. പുത്തൻകാവ് വാർഡിൽ 4 വീടുകളുടെ മുറ്റത്തും കുറ്റിച്ചിറ കടവിൽ 6 വീടുകൾക്കുള്ളിലും വെള്ളം കയറിയെന്ന് വാർഡ് കൗൺസിലർമാരായ കെ ഷിബുരാജൻ, ഗോപു പുത്തൻമടത്തിൽ എന്നിവർ പറഞ്ഞു. MK റോഡിൽ പുത്തൻകാവിനും ഐക്കാട് പാലത്തിനുമിടയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. വെൺമണി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ ചിങ്ങംകൂട്ടത്തിൽ കുഞ്ഞുകുട്ടിയുടെ വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര തകർന്നു. വീട്ടുകാർ നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകി. 2018 മിന്നൽ പ്രളയത്തിൽ ആദ്യം റാന്നിയും പിന്നാലെ ചെങ്ങന്നൂരും മുങ്ങുകയായിരുന്നു. ഇത് കണക്കിലെടുത്താണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സജി ചെറിയാൻ MLA പങ്കെടുത്ത യോഗത്തിൽ സ്ഥിതി അവലോകനം ചെയ്തു. വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റാനും ക്യാമ്പുകൾ തുടങ്ങാനും യോഗം തീരുമാനിച്ചു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.